ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ പ്രഭാവതി പി.എൻ. ഞാൻ ഇന്നും കുട്ടികളുടെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റൂം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന കാര്യം പറഞ്ഞല്ലേ, അതേപോലെ തന്നെ ഇന്ന് ഞാൻ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ചെറിയ ചെറിയ ജോലികളുണ്ടല്ലേ, അത് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യിക്കാതെ വിടും, ചെയ്യണ്ട എന്ന്. പ്രത്യേകിച്ചും ആൺകുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറില്ല. അതേക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ചെറുതായിക്കെ ആയിരിക്കുമ്പം അവർക്ക് കുടിക്കാനൊരു ഗ്ലാസ്, പിന്നെ അവർക്ക് കഴിക്കാനൊരു പാത്രം, ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങി വെക്കൂലേ. അവരോട് പറയും മോൻ്റെ പാത്രം എടുത്തുകൊണ്ട് പോവാ, മോൻ്റെ ഗ്ലാസ് എടുത്തുകൊണ്ട് പോവാ എന്നൊക്കെ പറയില്ലേ. പക്ഷെ അതൊരു നല്ല ശീലമാണോ? എൻ്റെ അഭിപ്രായത്തിൽ നല്ല ശീലമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം കുട്ടികൾ സെൽഫിഷായി മാറും അതിലൂടെ. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്കൊരു സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ് ഉണ്ടാവുക. അവരുടെ സാധനങ്ങൾ ആരും തൊടാൻ പാടില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ്, വേറെ ആരും അതിനകത്ത് കഴിക്കാൻ പാടില്ല. കരച്ചിലും ബഹളവും. പിന്നെ കുറേ വലുതായി കഴിയുമ്പോഴും അവരുടെ ഉള്ളിൽ ആ ഒരു നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ചീത്ത സ്വഭാവം കിടക്കുന്നുണ്ടാവും. പല സിറ്റുവേഷനിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. പിള്ളേർ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും, നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളും മറ്റുള്ളവർ കഴിക്കുന്ന പാത്രങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ പാത്രങ്ങളും അവരും ഭക്ഷണം കഴിക്കട്ടെ. കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് മാറ്റി ഇന്ന പാത്രം, ഇന്ന കപ്പ്, ഇന്ന ഗ്ലാസ് എന്നൊന്ന് പറഞ്ഞൊന്ന് മാറ്റി വെച്ച് ശീലിപ്പിക്കല്ലേ. സെൽഫിഷായി പോകും മക്കൾ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഓരോരോ പണികൾ ചെയ്യിക്കാറുണ്ടല്ലേ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ മേശപ്പുറത്ത് എണീറ്റ് പോകുമ്പം ആ പാത്രം എടുത്ത് കഴുകി വെക്കൂ മകനെ എന്ന് നമുക്ക് പറയാം. ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ അവരത് വൃത്തിയിൽ കഴുകില്ലായിരിക്കാം, പക്ഷെ കുഴപ്പമില്ല, അവരത് ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ അവരെവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന സമയത്തും അവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ചില പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു കാര്യം അറിയില്ല, ഒരു കാര്യവും. ഇത് പറഞ്ഞ കൂട്ടത്തിലാണ് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. വീട്ടിൽ ഒരു പണിയും ആൺകുട്ടിയാട്ടോ, മാതാപിതാക്കൾ എടുപ്പിക്കില്ല. എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു, ഒരു പണി എടുപ്പിക്കില്ല. അപ്പോൾ അവന് +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവനെ കുറച്ച് ദൂരേക്ക്, വേറൊരു സംസ്ഥാനത്തേക്ക്, കേരളമല്ലാത്ത വേറെ സംസ്ഥാനത്തേക്ക് വിട്ടു. ആ കുട്ടിക്ക് അവിടെ പോയിട്ട് ഒന്നും അറിയില്ല. ഒരു തിന്ന പാത്രം പോലും, 10-18 വയസ്സായൊരു കുട്ടി തിന്ന പാത്രം പോലും കഴുകാതിരിക്കുന്ന കുട്ടിക്ക് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുകളായി തോന്നി. അവനൊന്നിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായി പോയി. ഒരു കാര്യവും അവന് കിടക്കുന്നത് ശരിയാവുന്നില്ല, അവന് ഭക്ഷണം ശരിയാവുന്നില്ല, പാത്രം നടക്കൂല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് ആ കുട്ടി ആ പഠിത്തം വേണ്ടാന്ന് വെച്ച് തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുള്ള കാരണക്കാരാരാ? കുട്ടിയല്ല, കുട്ടീനെ വളർത്തിയ മാതാപിതാക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികളെ ചെറിയ 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 ജോലികൾ എടുത്ത് പഠിപ്പിക്കണം. അതിനെ ആരും മടി വിചാരിക്കേണ്ട, ആണ് പെണ്ണ് എന്ന് വെച്ച് വേർതിരിച്ച് നിർത്തുകയും വേണ്ട. ഇന്നത്തെ കാലത്ത് മിക്ക ആൺകുട്ടികൾക്കും എനിക്ക് തോന്നുന്നു അത്യാവശ്യം പണികളൊക്കെ അറിയാം. എന്നാലും ചില കുടുംബങ്ങളിൽ ഇന്നും കാരണവന്മാരെ ആൺകുട്ടികളെ വലിയ പൊക്കി പിടിച്ച് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് കേൾക്കാം. കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ഈക്വലായി വളർത്തുക. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ് ജോലി ഒരു ജോലിയും തിരിച്ച് മാറ്റി വെക്കാതിരിക്കുക. എല്ലാ ജോലിയും കുട്ടികൾ രണ്ടും ആൺകുട്ടിയും പെൺകുട്ടിയും ചെയ്ത് പഠിക്കട്ടെ. അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ജോലികളും കുട്ടികളെ കൊണ്ടെടുപ്പിക്കണം. എവിടെ ചെന്നാലും ഒരു മടിയും കൂടാതെ ആ കുട്ടി എല്ലാ ജോലികളും ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.